ഹാവ് എ കോഫി, ഗെറ്റ് എ കോഫി, ടേക്ക് എ കോഫി. എന്താണ് ഈ സെൻറ്റൻസസിൻ്റെ മീനിങ്? ഇവയുടെയൊക്കെ മീനിങ് സെയിം തന്നെയാണോ? അല്ലേ അല്ല. എന്താണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഹാവ് എ കോഫി എന്നാൽ ടു ഡ്രിങ്ക് എ കോഫി, കോഫി കുടിക്കുക എന്നാണ് മീനിങ്. വളരെ റിലാക്സ്ഡ് മോഡിൽ ഇരുന്നിട്ട് നമുക്ക് ഒരു കാപ്പി കുടിക്കില്ലേ, അതാണ് ഹാവ് എ കോഫി എന്ന് പറയുന്നത്. ഐ യൂഷ്വലി ഹാവ് എ കോഫി ആഫ്റ്റർ ലഞ്ച്. എനിക്ക് സാധാരണയായിട്ട് ലഞ്ച് കഴിഞ്ഞാൽ ഞാനൊരു കോഫി കുടിക്കാറുണ്ട്. ഐ യൂഷ്വലി ഹാവ് എ കോഫി ആഫ്റ്റർ ലഞ്ച്. ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഒപ്പം ഇരുന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ പറയില്ലേ, ലെറ്റ്സ് ഹാവ് എ കോഫി. ഇത് ഒരു സജഷൻ ആണ്. നമുക്ക് മറ്റുള്ളവരോട് നമുക്കൊരു ചായ കുടിക്കാം അല്ലെങ്കിൽ നമുക്കൊരു കാപ്പി കുടിക്കാം എന്ന് പറയില്ലേ, അതാണ് ലെറ്റ്സ് ഹാവ് എ കോഫി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കോഫി കുടിക്കാം. ചിലപ്പോൾ കോഫി കുടിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇത്തരത്തിൽ സംസാരിക്കാം. കം ഓൺ, ഹാവ് എ കോഫി വിത്ത് അസ്. വരൂ, ഞങ്ങളുടെ കൂടെ ഒരു കോഫി കുടിക്കാം. Would you like to have a coffee before you leave? Would you like to have a coffee before you leave? നിങ്ങൾ പോകുന്നതിന് മുൻപ് ഒരു കോഫി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾക്കൊരു കോഫി എടുക്കട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് അങ്ങനെ വുഡ് യു ലൈക്ക് ടു ഹാവ് എ കോഫി ബിഫോർ യു ലീവ് എന്ന് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ, ഗെറ്റ് എ കോഫി. ഗെറ്റ് എ കോഫി എന്ന് പറഞ്ഞാൽ ഹാവ് എ കോഫി എന്ന് പറയുന്നതിനേക്കാളും വളരെ ഡിഫറൻ്റ് ആണ്. ഗെറ്റ് എ കോഫി എന്ന് പറഞ്ഞാൽ ഗോ ആൻഡ് ബൈ എ കോഫി എന്നാണ് അതിൻ്റെ മീനിങ്. പോയി ഒരു കോഫി വാങ്ങുക. ഐ വിൽ ഗെറ്റ് എ കോഫി ഓൺ മൈ വേ ടു വർക്ക്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയെ ഒരു കോഫി വാങ്ങും. ലെറ്റ്സ് സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് എ കോഫി സംവെയർ. നമുക്കൊന്ന് നിർത്തിയിട്ട് എവിടെന്നെങ്കിലും ഒരു കോഫി വാങ്ങാം. നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമുക്കൊന്ന് നിർത്തിയിട്ട് ഒരു കോഫി വാങ്ങാം എന്ന് പറയില്ലേ, അതാണ് ലെറ്റ്സ് സ്റ്റോപ്പ് ആൻഡ് ഗെറ്റ് എ കോഫി സംവെയർ. ക്യാൻ സംവൺ ഗെറ്റ് എ കോഫി ഫോർ ദ ഗസ്റ്റ്? ഗസ്റ്റിന് വേണ്ടി ആർക്കെങ്കിലും ഒരു കോഫി വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുമോ എന്നാണ് അവിടെ മീനിങ്. ക്യാൻ സംവൺ ഗെറ്റ് എ കോഫി ഫോർ ദ ഗസ്റ്റ്. ടേക്ക് എ കോഫി. ഇത് വളരെ ഡിഫറൻ്റാണ് സാധാരണ എവരിഡേ ഇംഗ്ലീഷിൽ. അത് ഒരു നാച്ചുറലായിട്ടുള്ള ഒരു രീതി അല്ല ടേക്ക് എ കോഫി എന്ന് പറയുന്നത്. ടേക്ക് എ കോഫി ബ്രേക്ക് എന്ന് പറയാം. ഐ ആം ടേക്കിംഗ് എ കോഫി എന്ന് സാധാരണ പറയാറില്ല. അതേസമയം ഹൗ ഡു യു ടേക്ക് യുവർ കോഫി എന്ന് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ കോഫി എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനർത്ഥം നിങ്ങൾ ബ്ലാക്ക് ടീ ആണോ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ മിൽക്കിനോടൊപ്പമാണോ, അതല്ലെങ്കിൽ ഷുഗർ വേണമോ, വിത്ത് ഷുഗർ ആണോ, വിത്ത് മിൽക്ക് ആണോ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഹൗ ഡു യു ടേക്ക് യുവർ കോഫി എന്ന് ചോദിക്കാം. ഐ ടേക്ക് മൈ കോഫി ബ്ലാക്ക്, അതല്ലെങ്കിൽ ഐ ടേക്ക് മൈ കോഫി വിത്തൗട്ട് ഷുഗർ, ഷുഗർ ഇല്ലാതെ. അങ്ങനെയൊക്കെയുള്ള മീനിങ്ങിൽ ടേക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ടേക്ക് എ കോഫി എന്ന് സാധാരണ പറയാറില്ല. ഹാവ് എ കോഫി എന്ന് പറയുമ്പോൾ ഡ്രിങ്ക് എ കോഫി. ഗെറ്റ് എ കോഫി എന്ന് പറഞ്ഞാൽ ബൈ എ കോഫി. ടേക്ക് കോഫി എന്ന് ഉപയോഗിക്കുന്നത് പ്രിഫറൻസിന് വേണ്ടിയിട്ടാണ്. അത് മിൽക്കിൻ്റെ ഒപ്പമാണോ അതല്ലെങ്കിൽ ഷുഗർ ഇല്ലാതെയാണോ എന്നൊക്കെയുള്ള ഒരു പ്രിഫറൻസിനെ പറ്റിയാണ് ചോദിക്കുന്നത്.